ഫേസ്ബുക്കിലൂടെ ദൈവത്തെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രഹന ഫാത്തിമയ്ക്കെതിരെ എടുത്ത കേസിൽ തുടർ നടപടി നിർത്തിവെച്ച് പോലീസ്. 2018 ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെറ്റയിൽ നിന്ന് ലഭ്യമാവാത്തതാണ് കാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. സികെ അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, രഹന ഫാത്തിമ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും അതിൽ നടപടി വേണം എന്ന വലിയ ആഹ്വാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു, വലിയ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികൾ നിർത്തിവെക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രഹന ഫാത്തിമ ശബരിമല ധർമ്മശാസ്താവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചിത്രം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ച് BJP നേതാവ് കൂടിയായിട്ടുള്ള ആളാണ് പോലീസിനെ സമീപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിലാണ് രഹന ഫാത്തിമ ഇത്തരത്തിലൊരു ചിത്രം പങ്കുവച്ചത്. അതിനാൽ തന്നെ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫേസ്ബുക്കിൻ്റെ മദർ സ്ഥാപനം എന്നുള്ള തരത്തിൽ മെറ്റയുമായി പോലീസ് ബന്ധപ്പെട്ടുവെങ്കിലും ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി മെറ്റയിൽ നിന്നും ലഭ്യമായില്ല എന്നുള്ളതാണ് പോലീസ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പരാതിക്കാരന് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ താൽക്കാലികമായി കേസ് അന്വേഷണം നിർത്തിവെക്കുന്നു, തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. അതേസമയം കൂടുതൽ വിവരങ്ങൾ ഭാവിയിൽ ലഭ്യമാകുന്നുവെങ്കിൽ ആ തരത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും താൽക്കാലികമായി കേസിൻ്റെ അന്വേഷണം പോലീസ് ഒഴിവാക്കുകയാണ്. പുതിയ കേസ്, പുതിയ ഏതെങ്കിലും സൂചനകളോ തെളിവുകളോ ലഭ്യമാകുന്ന പക്ഷം ആ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പോലീസ് നിലവിൽ കണക്കാക്കുന്നത്. 2018 യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ശക്തിപ്പെടുന്ന വേളയിൽ ശബരിമല ദർശനത്തിന് രഹന ഫാത്തിമ എത്തുകയും അത് വലിയ തോതിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അവർ അയ്യപ്പനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നുള്ള ആക്ഷേപവും പരാതിയും ഉയർന്നു വന്നത്. ശരി, BJP നേതാവ് രാധാകൃഷ്ണ മേനോനാണ് പരാതി ഉന്നയിച്ചത്. ഫേസ്ബുക്കിൽ അയ്യപ്പനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചിത്രം പോസ്റ്റ് ചെയ്തു തുടങ്ങിയ കാര്യമായിരുന്നു. പക്ഷേ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമല്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്.